ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കീഴിലത്തുള്ള സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ ഏവങ്കേലിയോൻ ധ്യാന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പിതാക്കന്മാർ നമുക്ക് വേണ്ടി വായിക്കുവാനും ധ്യാനിക്കുവാനും നൽകിയിട്ടുള്ള വേദവാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 30 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഈ 10 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റാരോപണവുമായി യേശുവിനെ പിടിക്കുവാനായിട്ട് ഒരുപറ്റം ആളുകൾ കടന്നു വരികയും എന്നാൽ അവരോട് തന്നെ കർത്താവ് അതിനുള്ളതായ മറുപടി നൽകുകയും അവർക്കുള്ള ശിക്ഷാവിധിയെ കുറിച്ചുമാണ് ഈ 10 വാക്യങ്ങളിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ എങ്ങനെയാണ് തുടങ്ങപ്പെടുന്നത്? 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ അവർ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ കഴിയുവാൻ പോലും സാധിക്കാതെ വണ്ണം പുരുഷാരം പിന്നെയും വന്നുകൂടി. തന്റെ ചാർച്ചക്കാർ ഇത് കേട്ടിട്ട് തന്നെ പിടിക്കുവാൻ പുറപ്പെട്ടു. എന്തെന്നാൽ അവന് സുബോധം പോയിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. യെരൂശലേമിൽ വന്ന ശാസ്ത്രിമാരാകട്ടെ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയസബൂലിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നാം വായിച്ചതായ തിരുവചനത്തിൽ 2 കൂട്ടരെ യേശു തമ്പുരാൻ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ചാർച്ചക്കാരായിട്ടുള്ള ആളുകൾ, യേശു തമ്പുരാന്റെ ബന്ധുമിത്രായ ആളുകൾ കടന്നു വന്നിട്ട് യേശു തമ്പുരാനോട് പറയുന്നവൻ ഭവനത്തിൽ കടന്നപ്പോൾ ധാരാളം ജനങ്ങൾ യേശു തമ്പുരാന്റെ വചനം കേൾക്കുവാനും അവനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനുമായിട്ട് കടന്നു വന്നു. ചാർച്ചക്കാരായ ആളുകൾ, ബന്ധുമിത്രാദിയായ ആളുകൾ പറയുന്നത് ഇവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, ഈ തിരുവചനം വായിക്കുമ്പോൾ യേശു തമ്പുരാനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ള വ്യക്തികൾ, യേശു തമ്പുരാന്റെ ജനനം എപ്രകാരമായിരുന്നു, അവന്റെ നാളിതുവരെയുള്ള ശുശ്രൂഷകൾ എപ്രകാരമായിരുന്നു, കണ്ട് അറിഞ്ഞ് രുചിച്ചറിഞ്ഞതായ വ്യക്തികളാണ് അവന് സുബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് യേശു തമ്പുരാനെ പിടിക്കുവാനായിട്ട് കടന്നു വരുന്നത്. രണ്ടാമത്തേതായ ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് യെരൂശലേമിൽ നിന്ന് വന്ന സപ്രയന്മാരായ ആളുകളാണ്. അവർ മതപണ്ഡിതന്മാരാണ്. അവർക്ക് മശിഹ ആരാണെന്നും യേശു തമ്പുരാന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ആളുകൾ യേശു തമ്പുരാനെ കുറിച്ച് പറയുന്നത് അവൻ ബെയസ്ബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നാണ്. ബെയസ്ബൂൽ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ഈച്ചകളുടെ ദേവൻ എന്നാണ് നമുക്കവിടെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവപുത്രനായ യേശു തമ്പുരാൻ കേവലം ഈ ഭൂമിയിൽ പറന്ന് നടക്കുന്ന ഒരു പ്രാണിക്ക് തുല്യമായിരിക്കുന്ന ഈച്ചയുടെ ദേവന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ യേശു തമ്പുരാന്റെ ദൈവത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതായ ആളുകളെ നമുക്കിവിടെ കാണുകയാണ്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമക്കളെ, ഏറ്റവും അധികം ക്രിസ്തുവിനെ നിന്ദിക്കുന്നത് ആരാണ്? നാം ഒരു ചോദ്യമായി നിന്നാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും. സ്വന്തമായ ആളുകൾ, യേശുവിനെ അറിഞ്ഞതായ ആളുകളാണ്. സ്വന്തമായി പാരമ്പര്യമുള്ള, സ്വന്തമായി കുടുംബമഹിമയുള്ള, വർഷങ്ങളായി യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് യേശുവിനെതിരെ സംസാരിക്കുന്നത്. അക്രൈസ്തവരായ ആളുകൾ യേശുവിനെ വളരെ ഭക്തിയോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി അവർ ദൈവാലയങ്ങളിൽ കടന്നു വന്ന് വഴിപാടിട്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ കേവലം ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം, സ്വന്തം എന്ന് പറയുന്ന നാം, നമ്മുടെ നാവ് കൊണ്ട് എത്രമാത്രം യേശുവിന്റെ ദൈവത്വത്തെ അറിഞ്ഞും അറിയാതെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ അനേക ആളുകളെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ നമ്മുടെ ശുശ്രൂഷകളിൽ മുഖാന്തരം ഒരുക്കേണ്ടതായ നാം യേശുവിൽ ഓരോ നിമിഷവും കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ടുള്ള വാക്കുകളുമായി നാം കടന്നു പോവുകയാണ്. യേശുവിനെ പിടിക്കുവാൻ സ്വന്തമായ ആളുകൾ കടന്നു വന്നു.
യേശുവിനെ പിടിക്കുവാനായിട്ട് ശാസ്ത്രിമാരായ മതപണ്ഡിതന്മാരായ ആളുകൾ കടന്നു വന്നു. അവരുടെ ലക്ഷ്യം ദൈവത്തിന്റെ മഹിമയെ ഇല്ലാതാക്കുവാനാണ്. ഇന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന നാം ഓരോരുത്തർ 2000 വർഷം പിന്നിടുമ്പോൾ യേശു തമ്പുരാന്റെ മഹിമയെ കുറിച്ച് ലോകത്തോട് ഉദ്ഘോഷിക്കുകയും അനേകരോട് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ, നന്മകളെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാനായിട്ടും നമുക്കിടയാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. 4 ആൾ കൂടിയിരിക്കുന്ന സമൂഹങ്ങളിൽ, മറ്റുള്ള ഇടങ്ങളിൽ നാം യേശുവിനെ നിന്ദിക്കുന്നവരായി തീരുകയല്ലേ? അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറില്ലേ? അച്ഛൻ ലളിതമായി പറഞ്ഞാൽ, കുടുംബത്തിൽ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയോ പുരുഷനോ യേശുവിനെ അറിഞ്ഞ് അവന്റെ തിരുവചനം വായിക്കുകയും ദൈവാലയത്തോടെ ചേർന്ന് ആത്മീയ പ്രസ്ഥാനങ്ങളിൽ നല്ലവണ്ണം ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥനയിലും ആത്മാക്കളെ നേടുവാനുള്ള ആഗ്രഹത്തോട് വലിയ താല്പര്യത്തോടു കൂടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? ആ വ്യക്തിയെ കുറിച്ച് നാം പറയുന്നത് എന്താണ്? പലപ്പോഴും സമൂഹത്തിൽ നാം മനുഷ്യനെ തേജോവധം ചെയ്യുവാനായിട്ട് നമ്മുടെ നാവുകൾ കൊണ്ട് നാം ശ്രമിക്കാറില്ലേ? അങ്ങനെ വരുമ്പോൾ നാം ആണ് ആ ചാർച്ചക്കാരിൽ ഒരുവൻ, നാം ആണ് ആ പരീക്ഷന്മാരിൽ ഒരുവനായിട്ട് മാറുകയാണ്. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, ഇത്രത്തോളം നമ്മെ കരുതിയ, നമ്മെ പരിപാലിച്ച യേശുവിനെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യരായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഈച്ചകളുടെ ദേവനെ പോലെ ദേവനാക്കി തീർക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് മാറി അനേകർ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ടിടയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിശ്വാസം മറ്റൊരുവന് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. കർത്താവ് അവരോട് തന്നെ ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. 24-ാം വാക്യത്തിൽ, ഒരു രാജ്യം അതിൽ തന്നെ ഭിന്നിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കുവാനായിട്ട് കഴിയും? ഒരു ഭവനം അതിൽ തന്നെ ഭിന്നിക്കുകയാണ്, എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും? ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ ആഭ്യന്തര കലഹങ്ങൾ ഉടലെടുക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അധപതനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ ആ ബന്ധങ്ങൾ അധികം കാലം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവിടെ തകർച്ചയുടെ തകർച്ചയുടെ നാളുകളിലേക്ക് എത്തിപ്പെടും. യേശുദാസൻ പറയുന്നത്, എങ്ങനെ പിശാചിനെ പുറത്താക്കുവാനായിട്ട് കഴിയും? ദൈവമക്കളെ, നാം നമ്മിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഈ നാളുകളിൽ, ഈ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യ കുഞ്ഞായി ഈ ഭൂമിയുടെ മൺപരപ്പിൽ പിറന്നു വീണിട്ട് ഇന്നയോളം ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് തൂക്കി നോക്കിയാൽ നന്മയുണ്ടാകുമോ തിന്മയുണ്ടാകുമോ? സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവോ നരകത്തിന് അവകാശിയായി തീരുവോ? നമ്മുടെ നാവുകൾ കൊണ്ട് നാം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് ഏറ്റ് അനുഭവിക്കേണ്ടതായ ഒരു കാലഘട്ടം ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നതായ ആളുകളോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിന് വിരോധമായി ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ അവൻ ഒരിക്കലും മോചനമുണ്ടാകുകയില്ല. കർത്താവ് പറയുന്നത്, ഈ ലോകത്തിൽ ആർക്കെതിരെ എന്തൊക്കെ സംസാരിച്ചാലും പരിശുദ്ധാത്മാവിനെതിരെ നീ സംസാരിക്കുന്ന സകല പാപങ്ങളും ഒരിക്കലും ക്ഷമിക്കപ്പെടാത്തതായ ഒരു പാപമായി തീരുമെന്നാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ലേവ്യ പുസ്തകം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദൈവനാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, സഭയോടുകൂടി അവനെ കല്ലെറിയണം. പരദേശിയോ സ്വദേശിയോ തിരുനാമത്തെ ദുഷിക്കുന്നവർ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ തിരുവചനത്തിലൂടെ മോശയിലൂടെ യഹോവയായി ദൈവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മോശ ഓർമ്മപ്പെടുത്തുകയാണ്: ദൈവനാമത്തെ ദുഷിക്കുന്നവൻ അവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊന്നടങ്കം അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്റെയും നിന്റെയും ജീവിതത്തിൽ എത്ര പ്രാവശ്യങ്ങളിലായി, എത്ര നാളുകളായി നാം കർത്താവിനെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിനെതിരെ നാം സംസാരിക്കുന്നു. കർത്താവിന്റെ ദൈവത്വത്തെ നാം ചോദ്യം ചെയ്യുകയാണ്. അതിവിദൂരമല്ലാതെ ഒരു ശിക്ഷ എനിക്കും നിനക്കും കടന്നു വരും. ആ ശിക്ഷയെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല.
അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ദൈവവചനത്തിനെതിരെ സംസാരിക്കാതിരിക്കാൻ ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഒരുപക്ഷെ ഈ ലോകം നിന്നെ കല്ലെറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ശിക്ഷ പുറപ്പെടുന്നതിന് മുമ്പ് അനുദപിക്കണം. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ശിക്ഷ, കർത്താവിന്റെ വചനത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ശിക്ഷയുണ്ട്. നിശ്ചയമായും ഞാൻ നീ ഓർക്കേണ്ടത്, ഒരു ശിക്ഷ അതിവിദൂരമല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. ആ ശിക്ഷ വരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏറ്റുപറയാം. ഒരു വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും അവൻ ഏതൊന്നിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നുവോ ആ തന്റെ നിയമത്തെ, തന്റെ രക്തത്തെ സാധാരണ മനുഷ്യരുടേതുപോലെ ഗണിക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്യുന്നവൻ എത്രയോ അധികമായി ശിക്ഷ അനുഭവിക്കും. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കൃപയുടെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ നിന്ദിക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. കർത്താവിന്റെ പരിശുദ്ധ ഏറ്റവും ഒടുവിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഞാൻ പോയാൽ കാര്യസ്ഥനെ അയച്ചു തരും, അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും വഴി നടത്തുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നാളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുമ്പോൾ നമുക്ക് ജീവന്റെയും ചൈതന്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ തന്ന വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ ആത്മാവിനെ ഈ ദിവസങ്ങൾ ദുഷിക്കാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവാലയങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവവചനം ഉദ്ഘോഷിക്കുന്നവരായി തീരാം. കർത്താവിന്റെ നന്മകളെ മറ്റുള്ളവരോട് പറയുന്നവരായി തീരാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവുകളെ ക്രമീകരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ കുനിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ ശരീരത്തോട്, നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ചോദിക്കാം: ഈ ആയുസ്സിൽ കർത്താവിനെ ചോദ്യം ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ടോ? വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവവചനത്തെ നിന്ദിക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ശിക്ഷാവിധി വരുന്നതിന് മുമ്പ് ആ കുരിശിലേക്ക് നോക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ഈ പകലെങ്കിൽ, ഈ ആരാധനയെങ്കിൽ ഞങ്ങളുടെ ബലഹീനതകളെ കഴുകി ശിക്ഷാവിധിയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പാതിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കാതെ ഞങ്ങളെ കഴുകണമേ. ആത്മാവിൽ പുതുക്കത്തോടെ നിൽപ്പാൻ സഹായിക്കണമേ. ആയിരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.